2 കൊരിന്ത്യർ 12 അധ്യായം 10 വാക്യം ഒടുവിലത്തെ ഭാഗം. ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാകുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നാം അനുഭവിച്ച കഠിനമായ വേദനകളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. അവയെല്ലാം അതിജീവിച്ചത് കൊണ്ടാണ് നാം ഇന്നും ജീവിക്കുന്നത്. ജീവിതത്തിൽ അവ വരുന്നതിന് മുൻപ് നാം അത് പ്രതീക്ഷിച്ചിരുന്നില്ല, അഥവാ അങ്ങനെയുണ്ടായാൽ നമുക്കത് തരണം ചെയ്യാൻ കഴിയുമെന്ന് കരുതിയിരുന്നില്ല. വാസ്തവത്തിൽ നമ്മിലുണ്ടായിരുന്ന ശക്തിയാൽ നമുക്കത് നേരിടാൻ കഴിവില്ലായിരുന്നു. എന്നിട്ടും നാം അവയെ ജയിച്ചു. തക്ക സമയത്ത് ആവശ്യമായ ശക്തി ദൈവം തൻ്റെ കൃപയാൽ നമുക്ക് നൽകിയതാണ് കാരണം. ബലഹീനരായ നമ്മെ ശക്തരാക്കാൻ ദൈവം പ്രത്യേക കൃപ നമ്മിൽ നിറയ്ക്കുന്നു. അതിനാലാണ് നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ശക്തരാകുന്നത്. ഈ ഉറപ്പ് ഓരോ ദിവസവും നമ്മെ ഭരിക്കണം. കഷ്ടനഷ്ടങ്ങൾക്കോ രോഗദുരിതങ്ങൾക്കോ നമ്മെ തളർത്താനാവുകയില്ല. പ്രതികൂല കൊടുങ്കാറ്റുകൾക്ക് നമ്മെ ജയിക്കാനാവുകയില്ല. എത്രത്തോളം ശോധന ശക്തമാകുന്നോ അത്രമേൽ കൃപയാലുള്ള ദൈവശക്തിയും നമ്മിൽ നിറയുകയും നാം അവയെല്ലാം ജയിക്കുകയും ചെയ്യും. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു എന്നും ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം തന്നെ എന്നും 1 യോഹന്നാൻ 5:4 കാണാം. ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം തന്നെയാണ് നമ്മുടെ ജയത്തിന് ആധാരം. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കിയാൽ നാം ജയിക്കാനായി ജനിച്ചവരാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.